ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ നേരെ അഹമ്മദാബാദ് അത് നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോകാൻ പ്ലാനാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കുറച്ച് ദിവസമായി ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ കുട്ടൻ്റെ ഉള്ളിൽ പൊടിയാലൊക്കെ തട്ടുണ്ട്, എല്ലാം സെറ്റാക്കുന്നുണ്ട്. സാധനമൊക്കെ പുറത്തിറക്കി വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടിയും രണ്ടാമത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ടോ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ എല്ലാം പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബാഗ്, കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും ഏറ്റവും സെറ്റ് എല്ലാ സാധനവും പുറത്തിറക്കി വെച്ചിരിക്കുകയാണ്. ഉണ്ടോ കാറിൻ്റെ ബാക്ക് എല്ലാം പുറത്താണ്. അമ്മണി ഓരോരോ സാധനമായിട്ട് അമ്മണി വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനമൊക്കെ മേടിച്ചൊന്ന് മാറ്റി വെച്ച് നമുക്കിനി റൂമിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമും കാറും തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്തത്. നമ്മുടെ റൂമിൻ്റെ അതായത് ഞാനും കുട്ടിന് കിടന്ന റൂമും കാലം കടയുണ്ട്. കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഈ ഇതൊക്കെ ചോറും കാണലൊക്കെയാണ്. ഇത് കുറച്ചൊരു വണ്ടി കയറ്റിയാൽ ആ പരിപാടി കഴിഞ്ഞു. അമ്മ ഇവിടെ ഒരു സൈഡ് നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ട ഡ്രസ്സും അവിടെ കിടക്കുന്ന മത്സ്യകന്യകനുണ്ടോ അങ്ങോട്ട് അമ്മയ്ക്ക് ഡ്രസ്സ് ഞങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. അച്ഛൻ്റെ ഡ്രസ്സ്, അമ്മയ്ക്കുള്ള ഡ്രസ്സ്, അങ്ങനെ സാധനമൊക്കെ. അപ്പോൾ ആ പരിപാടിയായിട്ട് ബാക്കി പോകുന്ന വഴിക്ക് കാണാം. ഹായ്, നമസ്കാരമുണ്ട്. ഇന്നിപ്പോ ഞങ്ങളെ 7ാം ദിവസമാണ്. രാവിലെ നമ്മുടെ അപ്പുണ്ണി വണ്ടി കഴുകുക കഷ്ടപ്പെട്ടിട്ട്. അവന് വണ്ടി ഓടിക്കലും മാത്രമല്ല വണ്ടി കഴുകലും അവന്റെ പണിയാണ്. അവന് ഒരുപാട് പണികളുണ്ട്. നമ്മുടെ വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് അപ്പുണ്ണി. ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രം അവനെ അറിയില്ല, എന്നാലും ഉണ്ടാക്കും നമുക്ക് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അവൻ പറഞ്ഞിട്ടൊന്നല്ല വീഡിയോ ഞാൻ എടുക്കണത്. പക്ഷെ അവന്റെ ഈ ഒരു എഫർട്ട് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. ഈ ഒരു യാത്രയിൽ ഇവൻ ചെയ്യുന്ന ഈ പണികളും. അപ്പൊ ഞങ്ങളുടെ യാത്ര ഇന്ന് അടുത്ത സ്ഥലം സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അത് എന്തായാലും ഒന്ന് കാണണം. വളരെ കോടികൾ ചെലവാക്കിയൊരു പ്രതിമയാണത്. എന്താ അവിടെ ഗുജറാത്ത് സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. പ്രതിമ മാത്രമാണോ, അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ കാണണ്ടേ? ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാഴ്ച വണ്ടിയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വരിക പോവുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ടിട്ട് കേട്ടോ. അപ്പൊ അവര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇവിടെ നമ്മൾ 2 തുണികളൊന്നും ഉണക്കാട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ വെയിലായതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തുണിയൊക്കെ ഒന്ന് 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും നമുക്ക്. കാരണം വെച്ചാൽ അത്രയും വെയിലാണ് ഇവിടെ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പഴം, ഉപ്പുമാവ്, ചായ, കുട്ടൻ. അല്ല ഇവിടെ എങ്ങനെടാ ഉപ്പുമാവ്? ടേസ്റ്റ് ഉണ്ട്. അമ്മ കണ്ട് ഫെസ്റ്റിവേഷൻ ഷോർട്ട്. എന്നെ നോക്കി ഒന്ന് ചിരിക്കൂ. In 300 meters, keep right to take the flyover. ഹലോ ഗായ്സ്, ഇതിപ്പോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാവരും വണ്ടി കയറി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇൻ അഹമ്മദാബാദ് നേരെ അങ്ങോട്ട് പോകാൻ പ്ലാന്. അത് അച്ഛൻ്റെ അമ്മതേ കയറാൻ പോകും. അപ്പോ ഞങ്ങള് മറ്റേ നമ്മളൊരു ഹൈവേയില് നമ്മളിപ്പോ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് പോണ വഴിക്ക് ഒരു ഹൈവേ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിക്കുക കേട്ടോ. ഒരു ബസ് സ്റ്റോപ്പാണ് സംഭവം. ബസ് സ്റ്റോപ്പ് ഇവിടെ നമ്മള് ഫുഡ്, ചോറ്, സാമ്പാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നമ്മ സാധനം ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൽ തൊട്ടടുത്ത് തന്നെ ഒരു ഉപയോഗശൂന്യമായ ഒരു റെയിൽവേ ട്രാക്ക്. ട്രെയിനൊന്നും ഉടനെയാണ്ടിട്ട് ആക്കി കാടൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. എന്തായാലും
അടിപൊളി ലൊക്കേഷൻ ആയിട്ടുണ്ട് തണലൊക്കെ ആയിട്ട്. നല്ല അതിഗംഭീരമായി ചൂടാണ്, നാട്ടിലേക്കാളും ചൂടാന്നുകൊണ്ട് ഇവിടെ. പോട്ടെ പോട്ടെ പോട്ടെ. ഞങ്ങളുടെ യാത്ര തുടരണമെന്ന് 7ാമത്തെ ദിവസമാണ്. അപ്പോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോവാണ്. Continue on National Highway 53 for 2 kilometers. സൂറത്ത് കഴിഞ്ഞു, സൂറത്ത് പർച്ചേസ് കഴിഞ്ഞു. അപ്പൊ ചെറിയ ബ്രേക്ക് വന്നു. ഇവിടെ രതിയമ്മയാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. രാവിലെ തന്നെ അമ്മണി ആക്സിഡന്റ് ആണ് കാണിക്കുന്നത്. അത് ഈ വണ്ടിയുടെ പ്രത്യേകത കൂടി പറയട്ടെ. ഈ വണ്ടി ഒരു ഫ്ലെയിമബിൾ ലിക്വിഡാണ്. അതില് കത്തുന്ന ഒരു ലിക്വിഡ്. അപ്പൊ അങ്ങനെ ഒരു ലിക്വിഡ് കൊണ്ടുപോകുന്ന ഒരു വാഹനം, അതിനിപ്പോ ഡീസലാണോ പോണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് അമിത വേഗതയിലും ഇത്തരം വാഹനങ്ങൾ പോകുന്നോണ്ടുണ്ടാവുന്ന ഒരു അപകടമാണിത്. ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് അതിന്റെ ലിക്വിഡ് ടാങ്ക് അല്ല പൊട്ടിക്കുന്നത്, വണ്ടിയുടെ ഡീസൽ ടാങ്കാണ് പൊട്ടിക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും യാത്രകൾ കണ്ടിട്ട് ഇത്തരം വാഹനങ്ങൾ വളരെ വളരെ സ്പീഡിൽ പോകുന്നത്. ചിലപ്പോ ഇവര് കാരണമായിരിക്കില്ല, മറ്റൊരു വാഹനത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഇവര് പോയി ഇടിച്ചു കയറ്റിയത് വണ്ടി. അപ്പോ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സ്പീഡ് വേണം, സ്പീഡ് പോകേണ്ട സ്ഥലങ്ങളിൽ മാത്രം സ്പീഡ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ ബസ്സുകാർ ചെയ്യുന്ന പോലെ വളരെ തിരക്കുള്ള സ്ഥലത്ത് ഓവർടേക്ക് ചെയ്ത് കുത്തി കയറ്റി വളരെ സ്പീഡിൽ ചെന്ന് അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണങ്ങളാവരുത്. ഇത് പറയുന്നത് നിരവധി അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ട് നമുക്ക് മടുത്തു, ബസ്സുകാരായാലും മറ്റു പല രീതിയിലും. അപ്പോൾ യാത്രയിൽ സേഫായി ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ സൂറത്ത് ഇന്റർനാഷണൽ എയർപോർട്ട്. കാണുന്ന ഹൈവേ ആണ് നമ്മുടെ വഡോദര നമ്മള് പോണത്. അപ്പോ വഡോദര നമുക്കിന്ന് സ്റ്റേ ആണ് ശരിക്കും. നമ്മൾ ഈ നർമ്മദ കാണാൻ വേണ്ടിട്ട്, നർമ്മദ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോണതാണ്. അപ്പോ ഇവിടുന്ന് ഒരു ഹൈവേ പോകുന്നുണ്ട് ഡൽഹിക്ക്. നമുക്ക് നമ്മുടെ അടുത്ത റൂട്ടി വഴിക്കായിരിക്കും. ഇതാണ് ഡൽഹിയിലേക്കുള്ള ഹൈവേ. ഡൽഹി വഡോദരയ്ക്ക് പോണ ഹൈവേ ആണിത്. പാസ്സായി പോകുന്നത് ഹൈവേ. അപ്പൊ ഗായ്സ്, നമ്മളിത് ഇപ്പൊ ഈ ഹൈവേയുടെ സൈഡിൽ നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയാണ്. ചോറ്, സാമ്പാർ, കാര്യങ്ങളൊക്കെ. ഒരു ബസ് സ്റ്റോപ്പാണ്. ഇതാണ് ഇന്നത്തെ മെനു. ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സാമ്പാർ, മുളക്, മാങ്ങച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. കണ്ട ഗൈസ്, അവിടെ ഒരു പാലത്തിന്റെ പണിയൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അറ്റത്ത് ഒരു പാലത്തിന്റെ പണി ഇറക്കുന്നുണ്ട്. ഏതൊരു വലിയൊരു നദിയാണിത്. ആ നദിയുടെ മുകളിൽ കൂടെയുള്ള പാലത്തിലുള്ള യാത്രയാണ് ഇപ്പൊ കാണുന്നത്. അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ സൂറത്ത് ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ട ഗൈസ്, അവിടെ ഒരു പാലത്തിന്റെ പണിയൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. അറ്റത്ത് ഒരു പാലത്തിന്റെ പണി ഇറക്കുന്നുണ്ട്. ഏതൊരു വലിയൊരു നദിയാണിത്. ആ നദിയുടെ മുകളിൽ കൂടെയുള്ള പാലത്തിലുള്ള യാത്രയാണ് ഇപ്പൊ കാണുന്നത്. ഇത് ഇതിന്റെ എൻട്രി ഏരിയ ആണ് കേട്ടോ. ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് നേരെ ഉള്ളിൽ പോയിട്ട് ബാക്കി. അപ്പൊ ഗൈസ്, നമ്മൾ ഇപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് വേണ്ടി കാർ പാർക്കിന് വന്നിക്കാണ്. ഇനി ഇവിടെ നേരെ നമ്മള് പോയി ബസ് ത്രൂ ആണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുക. അപ്പൊ നേരെ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബസ് കയറി നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഇപ്പൊ നമ്മള് ബസ് ഇറങ്ങി ഇനിയിപ്പോ നേരെ അങ്ങോട്ട് നടക്കണം. നമ്മള് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. അപ്പൊ അങ്ങോട്ട് വന്നിട്ട് അതാണ് സ്റ്റാച്യു, അവിടെ വരെ എത്തണം. പിന്നെ നേരെ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി വിശേഷം കാണിച്ചാലോ. ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ടോ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം ഉണ്ട് കാര്യങ്ങൾ. അത്യാവശ്യം കഴിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് സൈഡില്. നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നത് ഇത് ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ആണ്. കണ്ടോ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ്. അടിപൊളി വാട്ടർഫോള്, ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാണ്.
എഴുതി വെച്ചിട്ട് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നടക്കളം പാത്രം ഉണ്ടാക്കിയത് അടിപൊളി മറ്റേ അറേബ്യൻ ടെൻറ്റ് പോലെ സംഭവം അടിച്ചിട്ട് ഫുള്ള് അവിടെ വരെ ഉണ്ട് നമുക്ക്. ബാക്കി നമുക്ക് പൂണായി കാണാം. ഇവിടെ മറ്റേ കുറേ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ അവിടെ വലുത് ഇവിടെ ചെറുത് കണ്ടോ. നമ്മൾ അപ്പോൾ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി സോൺ, എക്സ്പ്രസ്, സോവെൻട്രി, വ്യൂവിങ് ഗാലറി അങ്ങനെ ഓരോരോ സ്റ്റാഫ് അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്ക് ഇറങ്ങി അവിടെ പോയി ബാക്കിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്കുള്ള വേ. ഇവിടെ രാത്രി നൈറ്റ് ഷോ മറ്റേ ലൈറ്റ് ഷോ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോവുക. ഇതാണ് ഈ സ്റ്റാച്യൂടെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ട്. അവിടെ വേറെ രീതിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാച്യൂണ്ട് കുറേ തരത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടോൾ വിഷൻ എന്നൊരു സംഭവമുണ്ട്. നമുക്കിത് എന്താന്ന് നോക്കാട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലോർ ഇങ്ങനെ നോക്കിയാട്ടാ കണ്ടോ. നമുക്ക് ആ റൂഫ് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റില്ലേ. ആ റൂഫിനോട് വരെ ഇത് നല്ല അടിപൊളി ഒരു സംഭവമാണ്. കൊള്ളാം. ഈ നടത്ത് എവിടേക്കാന്ന് വെച്ചാൽ സ്റ്റാർബക്സിലേക്കാണ്. അമ്മ അവിടുത്തെ കോഫി കുടിക്കണം എന്നൊക്കെ പറയട്ടെ അമ്മൂന് വേണ്ടി. അപ്പോൾ പോയി കുടിച്ച് ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അല്ല കൂട്ടാ ഈ സംഭവം ഉണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്സിലൊക്കെ ഉണ്ടാവും മറ്റേ എസ്കലേറ്റർ ഉണ്ടല്ലേ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടി പോകാൻ വേണ്ടി എന്നിട്ട് ഈസി ആയിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സംഭവമാണത്. ഉണ്ടോ. നമുക്ക് നടക്കണ്ട, എന്നാലും നമ്മൾ നടക്കുകയാണ്. ചുമ്മാ നമ്മുടെ സ്റ്റെപ്പ് ടൈപ്പ് എസ്കലേറ്റർ കയറിയാലും നമ്മൾ നടന്നു കയറില്ലോ, അതേപോലെ തന്നെ. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പണ്ടത്തെ കാലത്തെ സ്റ്റോറീസൊക്കെയാണ്. എങ്ങനെയാ ഏതാ എന്താ സത്യാഗ്രഹ അതൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു 90, 85, 80 കാലഘട്ടത്തിലേക്ക്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേകത തന്നെയാണ്ടാ. ഈ കാണുന്നൊരു സ്പ്രിംഗ്ലറാണ്. ഇത് വെച്ചിട്ട് ചൂട് കാരണം ആൾക്കാരുടെ മേത്തേക്ക് വെള്ളമൊക്കെ അടിച്ചു കൊടുക്കലാണ് പരിപാടി. കണ്ടോ കണ്ടോ. ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചൂടിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സംഭവം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. ചെയ്യാൻ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അതിലേക്ക് നേരെ ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇതൊക്കെ ബാക്കിയാണ്. അപ്പോൾ അതേ നമ്മൾ സ്റ്റാച്യുവിൻ്റെ ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ബാക്കി നമുക്ക് കാണാം. ലിഫ്റ്റ് കയറിയിട്ടാണ് തോന്നുന്നുണ്ട് പോകുന്നത്, അറിയില്ല. ആ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. പോയി നോക്കുമ്പോൾ ബാക്കിയാണ്. ഇവിടെ വേറെ 2 ലിഫ്റ്റും കൂടി ഉണ്ടാവും. സീനിയർ വയസ്സായ ആൾക്കാർ കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പ് കണ്ടത് ഇപ്പം അടിക്ക് വീണ്ടും ഇറങ്ങി. ഇപ്പം വീണ്ടും ഇതിനുള്ള കുറച്ച് കാഴ്ചകളെ കാണാം നമുക്ക്. ഇറങ്ങി ബാക്കി ദിവസം നമുക്ക് കാണാം. ഇത് കണ്ടോ സത്യാഗ്രഹനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയ ചെയ്യട്ടെ. ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടോണ്ട് കേട്ടോ. പിന്നെ അവിടെ നടന്നു വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡത്തെ ഒരു വ്യൂ കൂടി കാണിച്ചു കേട്ടോ. അടിയിലൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ അടിപൊളി തന്നെ അടിപൊളി ഒരു ലേക്ക് വ്യൂ ആണ് കാണാം. ബാക്ക് സൈഡിലുള്ളത് അടിപൊളി ലേക്ക് വ്യൂ ആണ്. സംഭവം ഗ്ലാസ്സിലെ ആൾക്കാരൊക്കെ തല വെച്ചിട്ട് അത്ര ഒരു വൃത്തിയൊന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ പറ്റും. അതാ ഇതാണ് നമ്മൾ ആ ഭാഗത്ത് ആ അറ്റത്ത് ആ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടോ ഇതാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ട മറ്റേ ഡാം കേട്ടോ. ഏറ്റവും റൂഫ് ടോപ്പ് എന്നുള്ള ഡാമാണത്. ഇത് കണ്ട സത്യാഗ്രഹനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയ ചെയ്യട്ടെ. ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കയറി കണ്ടോണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിട്ടോ. മെയിൻ്റെനൻസിന് വേണ്ടി പാത്ത് വയ്ക്കുന്നുണ്ടോ. സ്ട്രക്ചറാണ് ഫുള്ള് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഇതല്ല.
ഇതൊരു സ്ട്രക്ചർ പോലെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ സംതിങ് ലൈക്ക് പ്ലേറ്റ് അങ്ങനത്തെ സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയ സ്റ്റാച്ചു കേട്ടോ. അടിയിലേക്ക് കാണാം. കണ്ടോ ഇത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ആ സ്റ്റാച്ചുയുടെ ഫ്രണ്ട് വ്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിന്റെ ആ ഏരിയ ആണ് വരിക. ഇങ്ങനെയാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ. ഇവിടെ ഡാമൊക്കെ കാണാം. നമുക്ക് ഡാം നോക്കി കാണുന്ന ഇവിടുത്തെ ഡാം കേട്ടോ. അടിപൊളി ഒരു അതിഗംഭീരമായ ലൊക്കേഷൻ. ഡാമിലെ വെള്ളമൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വെള്ളമൊക്കെ നിറയും. ഇത് മറ്റേ ലിഫ്റ്റിൽ കയറാനുള്ള ഒരു ക്യൂ ആട്ടോ. ഈ ലിഫ്റ്റ് ത്രൂ ആണ്. ഹലോ, നമസ്കാരം. ഞങ്ങളിപ്പോൾ യൂണിറ്റി ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നമ്മൾ ഉള്ളിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരു എയർപോർട്ടിൽ നമ്മൾ കയറുന്ന ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉള്ളത്. ലിഫ്റ്റ് ആയാലും ടെലിസ്നോട്ട് ആയാലും സെക്യൂരിറ്റി ചെക്ക് ആയാലും എല്ലാം വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഫോഴ്സാണ് തോന്നുന്നു ഇവിടെ സെക്യൂരിറ്റി നോക്കുന്നത്. നല്ലോണം ആളുകളുണ്ട്, നല്ല തിരക്കാണ്. ഇതിപ്പോൾ ദിവസം ഇത്രയധികം ആളുകൾ വരുമ്പോൾ ഈ ഇൻകം തന്നെ ഭയങ്കരമാണ്. ഈ ഗുജറാത്തിന്റെ പേര് ലോകം മുഴുവൻ. മാത്രമല്ല അതൊരു അത്ഭുതം തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്, വളരെ വലിയ അത്ഭുതം. ഇപ്പോൾ ഗായ്സ് നമ്മളിത് കഫേന്റെ ഫുഡൊക്കെ കഴിച്ചു. ഒരുവിധം ഇറങ്ങാറല്ലേ, ഇനി കുറച്ചുകൂടെ വെയിറ്റ് വെച്ചിട്ടാണ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു കഫേയാണ്. ഇവിടുത്തെ ഒരു സീൻ എന്ന് വെച്ചാൽ നമുക്കണ്ട, ഇതാണ് നമ്മളിവിടുത്തെ ഒരു വ്യൂ വരുന്നത്. ഇവിടെ എന്തൊരു 5-6 ഷോപ്പ്, പിന്നെ അവിടെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. നമ്മളിത് ലോഡ് എക്സ്പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ തിരക്കിലാണ്. ഇപ്പോൾ സ്റ്റാർബക്സിനുള്ളിൽ കയറി നമ്മളിപ്പം മെനു ഒക്കെ നോക്കുകയാണെങ്കിൽ മെനു ബാക്കി വിശേഷം നമുക്ക് കാണാം. കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ അങ്ങനെ സ്റ്റാർബക്സിൽ പേര് എഴുതിയ ഗ്ലാസ്സിൽ ചായ കുടിക്കണമെന്ന്. അങ്ങനെ അമ്മണിക്ക് പേര് എഴുതിയ ഗ്ലാസ്സിൽ ചായ അല്ലമ്മ. അമ്മ ഇങ്ങനെ അന്തതല്ലിരിക്കില്ല. അപ്പോ പേര് എഴുതിയിട്ടുള്ള കോഫി അംബരീഷ്, ശ്വേത, ആകാശ് ബിൽഡിങ്ങിൽ എത്തിയിട്ട് കുഴപ്പമില്ല. പൈസ പോയ സങ്കടത്തിൽ അമ്മ ഇരിക്കുന്നു. എന്താ വെച്ചാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതൊരു ആഗ്രഹം. സ്റ്റാർബക്സിന്റെ വേണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷെ 10 ചായ കുടിക്കാം നമ്മുടെ നാട്ടില്. 10 ബാക്കിയോ? ഓക്കെ, ബാക്കിയാണ്. പിന്നെ ഇതിന്റെ നമുക്കൊരു കാര്യം കാണിച്ചിട്ടുണ്ടാ. പിന്നെ ചെരുപ്പിന്റെ ഹീലാണ് ഈ കാണുന്നത്. അതാണ് ചെരുപ്പിന്റെ ഹീൽ. അതിന്റെ അത്ര വലിയ നമ്മുടെ ആക്ച്വലി അതിനേക്കാൾ വലിയ ഹീലാണ് ഉള്ളത്. നമ്മുടെ മേക്കിംഗ് ഓഫ് ദ വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം ആരെ ബിൽഡ് ചെയ്ത് പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ രാജസ്ഥാൻ നിർബന്ധമായത് ആൾക്കാരൊക്കെ ഓരോ ഇത് ബിൽഡിങ്ങിന് ഒരു പ്രോസസ്സാണത്. ഈ കലാമിൽ ഇതാണ് ഇത് കാണുന്നത്. ഓരോ ഭാഗത്ത് ഓരോരോ കാര്യങ്ങൾ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർബക്സിന് കോഫി ഓർഡർ ചെയ്തു. ഇനി നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കളിക്കാനായിട്ടൊരു കളിക്കൂട്ടുകാരി. അതെ ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പണ്ടത്തെ കാലത്തെ സ്റ്റോറീസൊക്കെയാണ്. എങ്ങനെയാ ഏതാ എന്താ സത്യാഗ്രഹ അതൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളുള്ളൊരു 90, 85, 80 കാലഘട്ടത്തിലേക്ക്. പിന്നെ ഇവിടുത്തെ കണ്ടാ മൂടിക്ക് അവിടെ എല്ലായിടത്തും എസ്കലേറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടനെ ചെറിയ കുസൃതികളാണ് കണ്ടത്. സ്റ്റെപ്പ് കയറണം നിർബന്ധം എന്നിട്ട് വേണമെങ്കിൽ ഇതിൽ കയറിയാൽ നമ്മൾ സിമ്പിളായിട്ട് മുകളിലെത്തും. ഇതാ വരുന്നുണ്ട് അവിടെ മോസ്റ്റ് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്.
കുറച്ച് ലൈറ്റിട്ടുള്ളൂ. ലേസർ ഷോ തുടങ്ങിയില്ലേ, ഇരുട്ടായിട്ടില്ലേ, അപ്പോൾ അത് കാരണം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും അച്ഛനമ്മ ഇവിടെ ഒക്കെ ഉണ്ട് സംസാരിച്ചിട്ട്. പിന്നെ ഇവിടെ ഫോണിൽ അമ്മനെ ഇവിടെ ഫോണിൽ എല്ലാവരും ഫോണിലാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് നേരെ എക്സിറ്റ് അടിച്ചിട്ട് ഇനിയിപ്പോൾ അവരുടെ കാൽഭാഗം കാണാൻ പറ്റും. മുകളിലേക്ക് ജസ്റ്റ് പുറത്തോട്ട് വഴിയുണ്ട്, അതുകൊണ്ട് നേരെ മുകളിലേക്ക് കയറാൻ പറ്റും. അപ്പം അത് പോയിട്ടൊന്ന് കാണാൻ വെച്ച് നമ്മളിത് എക്സിറ്റ് सरदार ने अपनी गंभीरता, शालीनता, सबसे ज्यादा स्किल फोर्स और हम गर्व से कह सकते हैं कि कुल मिलाकर स्टैच्यू ऑफ यूनिटी के निर्माण में 95% मान सम्मान मजदूर, इंजीनियर्स और एक्सपर्ट्स थे भारतीय। जानते हैं कि 182 मीटर ऊंची समाधि की प्रतिमा को बनाने में कितना समय लगा। डिजाइन के लिए 12 महीने और निर्माण के लिए 34 महीने। ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, ആ സ്റ്റാച്ചു ഇങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. പാർട്സായിട്ട് सोचिए कि 165 गांव के इस बहादुर देशभक्त किसान और उनकी पत्नी लाड भाई के 5 बेटों और 1 बेटी में से चौथे पुत्र थे वल्लभ भाई। बालक वल्लभ ने करमसद के बाद नडियाद से अपनी हाई स्कूल की शिक्षा पूरी की। तभी बारडोली के मजबूर मजलूम किसानों की यातना का समाचार उनके पास पहुंचा। तुरंत वल्लभ भाई वहां पहुंचे और यूं शुरू हुआ भारत का सबसे बड़ा और सफल किसान आंदोलन बारडोली। वल्लभ भाई ने बारडोली के 87,000 किसानों को ऐसा अटल अचल ലേസർ കാണിച്ചരാം. ചന്ദ്രന്റെ വീടില്ലേ सबसे पहले नदी 4,500 क्यूबिक मीटर का भाप बना और फिर सीधा 600 फीट का कंक्रीट का दौड़ बना। ആ ലൈറ്റിന്റെ ഷോക്ക് കഴിഞ്ഞു. ഇപ്പം അവിടെ എന്തോ വേറെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെച്ച് ഇനി ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മളിനി ലേറ്റ് ആവും. സംഭവം എന്തായാലും കൊള്ളാം, വന്നത് എന്തായാലും അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വട്ടം ലൈഫിൽ കാണാനുള്ള സാധനം ഉണ്ട് എന്തായാലും. വേൾഡിൽ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്റ്റാച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അതെ, അമ്മണിക്ക് വേണ്ടി ഇനിയിപ്പോൾ നേരെ പോവുക, ബസ് കയറുക, നേരെ വണ്ടിയിലോടേക്ക് പൂണേക്കുള്ള ബാക്കി. അതെ കാശ്, നമ്മളിത് ഇപ്പോൾ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ അവിടേക്ക് പോവാം. വഴി എങ്ങനെയാണെന്നൊരു പിടിയില്ല, അതാണ് ഇനിയുള്ള പ്രശ്നം. പിന്നെ വഴി കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പാർക്ക് കണ്ട, ഈ സൈക്കിൾസൊക്കെ നമുക്ക് എടുത്ത് ചവിട്ടാനൊക്കെ പറ്റും. ഇതണ്ട കൊറേ സൈക്കിൾസ് ഉണ്ട് ഇവിടെ. ഭാരത് സ്റ്റേഷൻ പാട്ടും കാര്യങ്ങളൊക്കെ ഒരു പാർക്ക് ഉണ്ട്. പാർക്ക് അവിടെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഇല്ല കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മളിത് റോട്ടില് കൈ കാണിച്ച് തീർത്തിട്ട് കയറിയ ബസ്സാണിത്. വീടെടുക്കാൻ പറ്റിയില്ല പെട്ടെന്നായ കാരണം. പിന്നെ നിന്ന് പോവാം, അതാവും കുറച്ചൊരു ബെറ്റർ. പോണെങ്കിൽ ബാക്കിയുള്ള സീൻസൊക്കെ കാണണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഇവിടെ. സവോള ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താന്ന് നോക്കാം, നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ ഗൈസ്, നമ്മളിത് ഇപ്പോൾ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടുത്തെ റൂമാണ്. ഇത് കണ്ടോ, ഇവിടെ AC കാര്യങ്ങളൊക്കെ
രണ്ട് സോഫ, ഇവിടെ ഹോൾ AC കേട്ടോ. പിന്നെ നമുക്കൊരു നല്ലൊരു TV ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ നമുക്കിവിടെ ഒരു നല്ലൊരു ഡൈനിങ് ഏരിയ, വൈഫൈ ഫ്രീ ഫ്രിഡ്ജ്, പിന്നെ വാഷിംഗ് ഏരിയ, വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ കിച്ചൺ. ഇന്നത്തെ നൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ഓംലേറ്റും ചോറ്, സാമ്പാർ കാര്യങ്ങളൊക്കെയാണ് പ്ലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ കിറ്റില് പിന്നെ നമ്മുടെ സാധനം. പിന്നെ അങ്ങനെ നമുക്ക് ഇതിൽ വരുന്നത് വെച്ചാൽ ഒരു കോമൺ ബാത്റൂം, 3 ബെഡ്റൂം ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4000 രൂപയ്ക്ക് അടുത്തോളം നമുക്ക് കിട്ടിയത്. 4000, 2500, 3000 രൂപയ്ക്കുള്ളിൽ കിട്ടിയത്. ഇത് ഒരു ബെഡ്റൂം AC ആണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, അപ്പുറത്താണ് അതിൻ്റെ ബാത്റൂം, കോമൺ ആയിട്ടാണ്. പിന്നെ ഒരു ബെഡ്റൂം ഇതാണ്, ഇതിന് ഒരു ബാത്റൂം ഇത് അറ്റാച്ച്ഡ് ആണിത്. ഇത് ഞങ്ങൾ കേട്ടോ. പിന്നുള്ളൊരു ബെഡ്റൂം നമുക്ക് വരുന്നത് ഇതാണ് നമ്മുടെ പിന്നുള്ള ബെഡ്റൂം. ഇതിവിടെ സൂര്യ കിടന്നുറങ്ങണ്ട്. പിന്നെ ഇത് AC ആട്ടോ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിന് വരുന്നത്, കണ്ടില്ലേ. അപ്പം ഇത്രയാണ് നമ്മുടെ റൂമിൻ്റെ വിശേഷങ്ങൾ. ബാക്കി വിശേഷം പിന്നെ വരാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ Day 7 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Day 8 ആയിട്ട് നമുക്ക് നാളെ കാണാം. നാളെ നമ്മൾ ഉദയ്പൂർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ Day 7 ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.